ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 5ാം ക്ലാസ്സിലെ ഗണിതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിറ്റ് 3 ഭാഗം വെക്കൽ, ഈക്വൽ ഷെയറിംഗ്. 95 രൂപയ്ക്ക് 10 രൂപയുടെ എത്ര പേനകൾ ലഭിക്കും? ഹൗ പെൻസ് ക്യാൻ യു ബൈ ഫോർ 95 rupees if each pen cost 10 rupees? 95 രൂപയ്ക്ക് 10 രൂപയുടെ 9 പേനകൾ ലഭിക്കും. ബാക്കി 5 രൂപയുണ്ടാകും. We can buy 9 pens for 95 rupees. The remaining money is 5 rupees. 195 ജിയോമെട്രി ബോക്സുകൾ 7 ഡിവിഷനിലേക്കും തുല്യമായി വീതിച്ചാൽ ഓരോ ഡിവിഷനിലും എത്ര ബോക്സുകൾ വീതം ലഭിക്കും? If 195 geometry boxes were to be divided among 7 divisions equally, how many boxes would each division get? ആകെ ബോക്സുകളുടെ എണ്ണം 195. ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് 195. ഡിവിഷൻ 7. നമ്പർ ഓഫ് ഡിവിഷൻസ് 7. ഓരോ ഡിവിഷനിലും ലഭിക്കുന്ന ബോക്സുകളുടെ എണ്ണം നമ്പർ ഓഫ് ബോക്സസ് ഈച്ച് ഡിവിഷൻ ഗെറ്റ് 195 ഡിവൈഡ് 7 ഈക്വൽ 27. 27. 195നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 27. ഹരിക്കപ്പെടുന്ന സംഖ്യ 195. ഹരിക്കുന്ന സംഖ്യ 7. ഹരണഫലം 27. 27. ശിഷ്ടം 6. ഡിവിഡൻഡ് 195. ഡിവൈസർ 7. കോഷ്യന്റ് 27. റിമൈൻഡർ 6. അങ്ങനെയെങ്കിൽ 25 ഹരിക്കണം 5. ഇപ്പോൾ ഹരിക്കപ്പെടുന്ന സംഖ്യ 25, ഹരിക്കുന്ന സംഖ്യ 5, ഹരണഫലം 5, ശിഷ്ടം 0. ഡിവിഡൻഡ് 25, ഡിവൈസർ 5, കോഷ്യൻ 5, റിമൈൻഡർ 0. അങ്ങനെയെങ്കിൽ 13 ഹരിക്കണം 4 ആകുമ്പോൾ ഹരിക്കപ്പെടുന്ന സംഖ്യ 13, ഹരിക്കുന്ന സംഖ്യ 4, ഹരണഫലം 3, ശിഷ്ടം 1. 12 ഹരിക്കണം 4 എത്രയാണ്? 3, ശിഷ്ടം 0. 13 ഹരിക്കണം 4 3 ശിഷ്ടം 1. 14 ഹരിക്കണം 4 സമം 3, ശിഷ്ടം 2. 15 ഹരിക്കണം 4 സമം 3, ശിഷ്ടം 3. 16 ഹരിക്കണം 4 സമം 4, ശിഷ്ടം 0. 17 ഹരിക്കണം 4 സമം 4, ശിഷ്ടം 1. 18 ഹരിക്കണം 4 സമം 4, ശിഷ്ടം 2. 19 ഹരിക്കണം 4 സമം 4, ശിഷ്ടം 3. 20 ഹരിക്കണം 4 സമം 5, ശിഷ്ടം 0. ഹരിക്കുന്ന സംഖ്യ എപ്പോഴും ശിഷ്ടത്തെക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ ശിഷ്ടം 0 ആയിരിക്കും. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ എഴുതാത്ത സംഖ്യകൾ കണ്ടുപിടിച്ച് എഴുതുക. ഇവിടെ ഡിവിഡൻഡും ഡിവൈസറും കോഷ്യന്റും റിമൈൻഡറും തന്നിട്ടുണ്ട്. സംഖ്യ, ഹരിക്കുന്ന സംഖ്യ, ഹരണഫലം, ശിഷ്ടം. ആദ്യത്തെ കംപ്ലീറ്റ് ആണ്. രണ്ടാമത്തേത് ഇവിടെ സംഖ്യ തന്നിട്ടുണ്ട് 369, ഹരിക്കുന്ന സംഖ്യ 3. അങ്ങനെയെങ്കിൽ ഹരണഫലം 3 × 123 പ്ലസ് 0 സമം 369. അടുത്തത് 486, ഹരിക്കുന്ന സംഖ്യ 4. 4 × 121 അധികം 2 സമം 486. അടുത്തത് 448, ഹരിക്കുന്ന സംഖ്യ 64. ഹരണഫലം 7, ശിഷ്ടം 0. അടുത്തത് ഹരണഫലം 79. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്രിയകൾ ചെയ്തു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. അടുത്തത് സംഖ്യ 376. നെക്സ്റ്റ് ഹരണഫലം തന്നിട്ടില്ല, അത് 315, ശിഷ്ടം 11. അടുത്ത സംഖ്യ 1680. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 35 × 48 അധികം 0 സമം
1680. അടുത്തത് 4601 അത് കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് 8365 അതിൻ്റെ ഹരണഫലം കിട്ടുന്നത് 363 ശിഷ്ടം 16. ലാസ്റ്റ് 527 തന്നിട്ടുണ്ട്. ഹരിക്കുന്ന സംഖ്യ 26 × 20 + 7 = 527. ഒരു ഓഡിറ്റോറിയത്തിൽ 60 കസേരകൾ 10 വരികളിലായി നിരത്തിയിട്ടിരിക്കുന്നു. ഓരോ വരിയിലും കൂടുതൽ കസേരകൾ ഇടാതെ ഓഡിറ്റോറിയത്തിൽ 30 കസേരകൾ കൂടി ഇടണം. ഇനി എത്ര വരി കൂടി വേണ്ടി വരും? In a auditorium, 60 chairs are arranged in 10 rows. All rows have same number of chairs. 30 chairs more are to be put in without adding chairs to any row. How many more rows have to be added? അപ്പോൾ 60 × 10 = 6. 30 × 6 = 5. 30 കസേരകൾ കൂടി ഇടാൻ ഇനി 5 വരി കൂടി കസേരകൾ ഇടണം. കുടുംബശ്രീ യൂണിറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് നൽകാനായി 3585 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. ഒരാൾക്ക് 700 രൂപയാണ് കൂലി എങ്കിൽ അന്ന് എത്ര പേർക്ക് കൂലി നൽകാൻ കഴിയും? എ കുടുംബശ്രീ യൂണിറ്റ് ഹാസ് 3585 rupees in total. If they were to pay 700 rupees have wages per person. How many workers would be paid with the amount the unit has? അപ്പോൾ നിങ്ങൾ 3585 700 കൊണ്ട് ഹരിക്കുക. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 5. 700 5 × 700 3500. സ്കൂൾ സ്റ്റോറിലേക്ക് 1825 നോട്ട്ബുക്കുകളാണ് വാങ്ങേണ്ടത്. 25 പുസ്തകങ്ങൾ വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണം? 1825 notebooks are to be bought for the school store. How many bundles of 25 should be bought? 1825 ഹരിക്കണം 25 = 73. 1825 25 കൊണ്ട് ഹരിക്കുമ്പോൾ 7 × 25 175. 5 ഇറക്കി എഴുതി 7. 3 × 25 75. അപ്പോൾ 0. അപ്പം നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 73. ഗണിതശാസ്ത്രമേളയിൽ വിജയികളായതിൻ്റെ സന്തോഷം പങ്കിടാൻ സ്കൂളിലെ 768 കുട്ടികൾക്കും ലഡു നൽകാൻ തീരുമാനിച്ചു. 1 കിലോഗ്രാം ലഡുവിൽ 24 എണ്ണം ഉണ്ടാകും. എത്ര കിലോഗ്രാം ലഡു വാങ്ങണം? It was decided to give a laddu to each of the 768 children in school to celebrate the victory in math fair. There are 24 laddus in 1 kilogram. How many kilograms should be bought? 768 24 കൊണ്ട് ഹരിക്കുക. 768 24 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 32. അബു ഓരോ ആഴ്ചയിലും ചെലവ് കഴിച്ച് മിച്ചം വരുന്നതിൽ നിന്ന് 35 രൂപ വീതം ബാങ്കിൽ നിക്ഷേപിക്കും. ഇപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ 1505 രൂപ ഉണ്ട്. എത്ര ആഴ്ചത്തെ സമ്പാദ്യമാണിത്? അബു ഡിസൈഡഡ് ടു ഡെപ്പോസിറ്റ് 35 rupees in the bank each week. He has 1505 rupees in his account now. For how many weeks has he been saving? 1505 35 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം കിട്ടുന്നത് 43. പഞ്ചായത്തിന്റെ കീഴിലുള്ള 14 സ്കൂളുകളിലെ ലൈബ്രറി നവീകരണത്തിന് വേണ്ടി 3,25,500 രൂപ നീക്കിവെച്ചു. ഈ തുക എല്ലാ സ്കൂളിനും തുല്യമായി വിധിച്ചാൽ ഓരോ സ്കൂളിനും എത്ര തുക വീതം കിട്ടും? എ പഞ്ചായത്ത് allotted 3,25,500 rupees for renovating the libraries of 14 schools. If this is equally divided, how much would each school get? ഇപ്പോൾ 3,25,500 14 കൊണ്ട് ഹരിക്കുക. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 23,250. 23,250. ഒരു ഓഡിറ്റോറിയത്തിൽ 864 കസേരകൾ 24 വരികളിലായി നിരത്തിയിട്ടിരിക്കുന്നു. ഓരോ വരിയിലും കൂടുതൽ കസേരകൾ ഇടാതെ ഓഡിറ്റോറിയത്തിൽ 1260 കസേരകൾ കൂടി ഇടണം. ഇനി എത്ര വരികൾ കൂടി വേണ്ടി വരും?
In an auditorium, 864 chairs are arranged in 24 rows. All rows have the same number of chairs. 1,260 chairs more are to be put in without adding chairs to any row. How many more rows have to be added? 864-നെ 24 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 36 ആണ്. ഇനി എത്ര വരികളിലായി? അപ്പം നമ്മൾ ചെയ്യേണ്ടത് 1260-നെ വീണ്ടും 36 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 35. ഒരു അതിവർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട്? ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? How many weeks are there in a leap year? How many more days are there? അതിവർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണം. Number of days in a leap year 366. 366. അപ്പോൾ ഈ 366-നെ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം 52. ചില ഹരണക്രിയകൾ കൊടുത്തിരിക്കുന്നു. എഴുതാത്ത അക്കങ്ങൾ കൂട്ടിച്ചേർക്കുക. ഇവിടെ 1752 അതിനെ 12 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ 17 ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1, അപ്പോൾ 1 12 12. വീണ്ടും കുറച്ച് കിട്ടുന്നത് നമുക്ക് എത്രയാണ്? 55. 55-ൽ നിന്ന് 55-ൽ എത്ര 12 ഉണ്ട്? 12 × 4 48. വീണ്ടും 2 ഇറക്കി എഴുതി 72. 72-ൽ 12 × 6 ആണ് 72. അപ്പോൾ 146 ഉത്തരം കിട്ടുന്നത്. ഇവിടെ 2926-ൽ 14 കൊണ്ടാണ് ഹരിക്കുന്നത്. ഉത്തരം കിട്ടുന്നത് 209. ഒരു നാലക്ക സംഖ്യയെ 13 കൊണ്ട് ഹരിക്കുന്ന ക്രിയയിലെ ചില അക്കങ്ങൾ മാത്രം ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതിൽ എഴുതാത്ത അക്കങ്ങൾ കണ്ടുപിടിക്കുക. 3476-നെയാണ് 13 കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ 26. 34-ൽ 2 13. ഈ 13 26. 34-ന് 26 കുറച്ചാൽ 8. ബാക്കി 7. 87-ൽ 13 6 പ്രാവശ്യം. 6 13 78. വീണ്ടും 6 ഇറക്കി എഴുതി 9. 96-ൽ എത്ര 13 ഉണ്ട്? 7. 7 13 91. ശിഷ്ടം 5. On the right, the divisions of a 4-digit number by 13 is shown. Fill in the missing digits. 3476 ആണ് വരുന്നത്. അതിനെ 13 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഉത്തരം കിട്ടുന്നത് 267. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്